ഹായ്, ഇന്ന് നമ്മൾ തനി നാടൻ സ്റ്റൈലിലെ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗൈസ്, ഐ എം ഷെഫ് ജോൺസൺ. വെൽക്കം ടു മൈ വീഡിയോ. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇതുപോലെ എല്ലോട് കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മസാലയെല്ലാം അതിൽ നല്ല ശരിക്ക് പിടിക്കും. ഇനി നമ്മൾ ഇതൊന്നും മരിനേറ്റ് ചെയ്യണം. ഉപ്പ്, കുരുമുളക് പൊടി ഇത്തിരി അധികം ചേർക്കുക. സാധാരണ തേലും ഇത്തിരി അധികം ചേർക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ ഗ്രേവി ഉണ്ടാക്കാനുള്ള ഒണിയനും എല്ലാം റെഡിയാക്കാം. 4 ഒണിയൻ സ്ലൈസ് ചെയ്യുക. 5 പച്ചമുളക്, കാരണം നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. അത് കാരണം പച്ചമുളകും കുരുമുളക് പൊടിയും കൂടുതൽ ചേർക്കും. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ 1 ടൊമാറ്റോയും ക്യൂബായിട്ട് കട്ട് ചെയ്തിടും. ഇതിന് ലാസ്റ്റ് ചേർക്കാൻ ഒരു മസാലയുണ്ട്, അതുണ്ടാക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 ചെറിയ പീസ് കറുവപ്പട്ട, ഒരു 15 പീസ് ക്ലോവ്സ്, 6 ഏലക്ക റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇത് കല്ലിൽ ഇടിക്കണം. 1/4 കപ്പ് വെളിച്ചെണ്ണ. എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ, ഒണിയൻ ചെറുതായിട്ടൊന്ന് സോട്ടായതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കും. കുറച്ച് കറിവേപ്പില. ഇനി ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ ഇളക്കുക. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ ആയി. ഇനി നമുക്ക് സ്പൈസസ് ഇടാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ബ്ലാക്ക് പെപ്പർ 1 ടേബിൾ സ്പൂൺ, പിന്നെ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി നമ്മൾ മരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇടുക. നമുക്കിത് ഒരു 5 മിനിറ്റ് കവർ ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇപ്പോൾ വെള്ളം ഒഴിക്കണ്ട. 5 മിനിറ്റ് കവർ ചെയ്ത് വെച്ച് ആ ചിക്കനിലെ ആ മസാലയൊക്കെ ഒന്ന് ശരിക്കും പിടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ആ ചിക്കൻ കുക്കായി വരുന്ന സമയം കൊണ്ട് ഒരു 1/2 കപ്പ് ചുവന്ന ഉള്ളി അതൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ലാസ്റ്റ് അതിൻ്റെ മേലേക്ക് ഇടാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില, ഇത് ജീരകം, ഏലക്ക, കറുവപ്പട്ട, കരയാമ്പൂ ഇതെല്ലാം റോസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ചതച്ചെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞു. ചിക്കൻ ഈ പരുവ മതി. ഇപ്പം ടെൻഡർ ആയിട്ടുണ്ട്, ഓവർ കുക്കല്ല, ജ്യൂസിയാണ്. ടൊമാറ്റോ ഇതേപോലെ വെന്തോടെയരുത്, ഇതേപോലെ ജസ്റ്റ് ഒന്ന് കുക്കായാൽ മാത്രം മതി. ഇനി തീ സ്ലോ ചെയ്തതിന് ശേഷം 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം. 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇനി ഉടനെ തീ ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളക്കേണ്ട ആവശ്യമില്ല. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്, ചുവന്ന ഉള്ളിയും കറിവേപ്പിലയും നല്ല ബ്രൗൺ ആകുന്നവരെ
താളിക്കണം. ഈ പരുവം മതി. ഇത് നേരെ ചിക്കൻ കറിയിലേക്ക് ഇടുക. ഇനി ഫിനിഷിങ്ങിൽ നമ്മൾ ചതച്ച് വെച്ച മസാലയും കൂടി ചേർക്കുക. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. നമുക്കിനി ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല നാടൻ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ്. തേങ്ങാപ്പാലൊക്കെ ചേർന്നപ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഇട്ട ആ മസാല, അതിൻ്റെയൊക്കെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. വീണ്ടും നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.